നമ്മുടെ ചുമരുകളിലെ കലണ്ടർ 2024 മാറ്റി 2025 കലണ്ടർ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ഈശോ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പുതുതായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് സമരക്കാരി സ്ത്രീ തിന്മ നിറഞ്ഞ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അവളുടെ ജീവിതത്തെ കുറിച്ച് ഈശോ അവളോട് പറഞ്ഞപ്പോൾ അവൾ തന്റെ പഴയ ജീവിതം മാറ്റി പുതുതായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. ഇവിടെ സുവിശേഷം 19-ാം അധ്യായത്തില് സഖ്യയൂസിന്റെ ജീവിതം, സഖ്യയൂസ് ചുങ്കം പിരിവ് നടത്തിക്കൊണ്ടിരുന്നു. ഈശോയെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലെ കടന്നു പോയപ്പോൾ ആദ്യം സഖ്യയൂസിനെ കണ്ടിട്ട് ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കും എന്ന് പറയുമ്പോൾ സഖ്യയൂസ് വീട്ടിലേക്ക് പോകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് വിരുന്നൊരുക്കി വയ്ക്കുന്നു. ഈശോ പ്രവേശിക്കുമ്പോൾ പറയുക ഇപ്രകാരം, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് ഞാനത് തിരികെ കൊടുക്കുന്നു എന്ന്. പുതുതായിട്ട് ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചു. അതോടൊപ്പം സാവൂൾ നീ എന്തിന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുതിരപ്പുറത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് സാവൂൾ പൗലോസായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരുടെ വ്യക്തി ജീവിതത്തില് പുതുതായിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ 2025 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പുതുതായിട്ട് നമുക്ക് ക്രിസ്തുവിനെ ഒരു നവ ചൈതന്യത്തോടുകൂടെ, പുത്തൻ പ്രതീക്ഷയോടുകൂടെ, പുത്തൻ ഉണർവോടുകൂടെ ഈശോയെ നമുക്കൊക്കെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് ദൈവമാതൃക തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മ എപ്പോഴും ഓരോ നിമിഷവും ക്രിസ്തുവിനെ
തന്റെ ജീവിതത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ്. പരിശുദ്ധാമ്മയെ പോലെ പുതുതായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, ഹൃദയത്തിൽ ഉദരത്തിൽ വഹിക്കുവാനായിട്ടൊക്കെയുള്ള ഭാഗ്യം നമുക്കും ഉണ്ടാകണമേ എന്ന് ഈ ബലിയിലൂടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹിതരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഈ ദിവസത്തിന്റെ പുതുവർഷത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഹൃദയപൂർവ്വം നിങ്ങൾ ഓരോരുത്തർക്കും നേരുന്നു. നമ്മുടെ ചുമരുകളിലെ കലണ്ടർ 2024 മാറ്റി 2025 കലണ്ടർ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ഈശോ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പുതുതായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് സമരക്കാരി സ്ത്രീ തിന്മ നിറഞ്ഞ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അവളുടെ ജീവിതത്തെ കുറിച്ച് ഈശോ അവളോട് പറഞ്ഞപ്പോൾ അവൾ തന്റെ പഴയ ജീവിതം മാറ്റി പുതുതായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. ഇവിടെ സുവിശേഷം 19-ാം അധ്യായത്തില് സഖ്യയൂസിന്റെ ജീവിതം, സഖ്യയൂസ് ചുങ്കം പിരിവ് നടത്തിക്കൊണ്ടിരുന്നു. ഈശോയെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലേക്ക് കടന്നു പോയപ്പോൾ ആദ്യം സഖ്യയൂസിനെ കണ്ടിട്ട് ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കും എന്ന് പറയുമ്പോൾ സഖ്യയൂസ് വീട്ടിലേക്ക് പോകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് വിരുന്നൊരുക്കി വയ്ക്കുന്നു. ഈശോ പ്രവേശിക്കുമ്പോൾ പറയുക ഇപ്രകാരം, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് ഞാനത് തിരികെ കൊടുക്കുന്നു എന്ന്. പുതുതായിട്ട് ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചു. അതോടൊപ്പം സാവൂൾ നീ എന്തിന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുതിരപ്പുറത്തു നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് സാവൂൾ പൗലോസായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരുടെ വ്യക്തി ജീവിതത്തില് പുതുതായിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ 2025 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പുതുതായിട്ട് നമുക്ക് ക്രിസ്തുവിനെ ഒരു നവ ചൈതന്യത്തോടുകൂടെ, പുത്തൻ പ്രതീക്ഷയോടുകൂടെ, പുത്തൻ ഉണർവോടുകൂടെ ഈശോയെ നമുക്കൊക്കെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് ദൈവമാതൃത്വ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മ എപ്പോഴും ഓരോ നിമിഷവും ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയെ പോലെ പുതുതായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, ഹൃദയത്തിൽ ഉദരത്തിൽ വഹിക്കുവാനായിട്ടൊക്കെയുള്ള ഭാഗ്യം നമുക്കും ഉണ്ടാകണമേ എന്ന് ഈ ബലിയിലൂടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവം തന്നെ
കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹരോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിന്റെ വചനം. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നന്മ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രീതി നമ്മുടെ മേൽ ചൊല്ലുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങേ ജനതകളെ നീതിപൂർവ്വം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ യുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനി ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. കർത്താവിന്റെ വചനം. ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു.
അക്കാലത്ത് ആട്ടിടയർ അതിലേക്ക് പോയി മറിയത്തെയും ജോസഫിനെയും ഉൾത്തൊടിയിൽ കിടന്ന് ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിന്റെ പരിചരണത്തിൽ 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവൻ നൽകി. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, അതിലെ തന്നെ ദിവസത്തിലെ എല്ലാവിധ മംഗളങ്ങളും ഹൃദയപൂർവ്വം നിങ്ങൾ ഓരോരുത്തർക്കും നേരുന്നു. മറക്കേണ്ടത് മറക്കുവാനും ഓർക്കേണ്ടത് ഓർക്കുവാനും പ്രിയപ്പെട്ടവരെ സാധിക്കണം. മറക്കേണ്ടത് എന്താണ്? നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, നമ്മളെ വേദനിപ്പിച്ചവരോടൊക്കെ നമുക്ക് നിരുപാധികം ക്ഷമിക്കുവാനും അവരെ മറക്കുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഓർക്കേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളൊക്കെ ഓർമ്മിച്ചിരിക്കണം. മരണത്തോട് അടുത്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ചോദിക്കുന്നുണ്ട്, മരിക്കുന്നതിനോട് ഞങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന്. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞത് ഇപ്രകാരം: ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഒന്നും തന്നെ നേടിയിട്ടില്ല എന്ന് ഇനി ഒന്നെന്ന് തുടങ്ങണമെന്ന്. രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയാണ് ഇത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഇനിയെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്കൊക്കെ നേടുവാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഊഴം, അതിനു വേണ്ടിയിട്ടുള്ള അവസരം ദൈവപിതാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു. അകന്നുപോയ ബന്ധങ്ങളെ വിളക്കി യോജിപ്പിക്കുവാൻ, മറന്നുപോയ പ്രാർത്ഥന ഓർത്തെടുക്കുവാൻ, കളഞ്ഞുപോയ സൗഹൃദങ്ങൾ വീണ്ടും കൂട്ടിയിണക്കുവാൻ വീണ്ടും ഒരു ഊഴം, വീണ്ടും ഒരു അവസരം ഈ പുതുവർഷത്തിലൂടെ ദൈവപിതാവ് നമുക്കൊക്കെ നൽകുന്നുണ്ട്. ഏത് മനുഷ്യനായിരിക്കും തന്റെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും സ്നേഹിക്കുന്നതും? അത് പൂർത്തിയെത്തപ്പെടുവാൻ പോകുന്ന വ്യക്തിയായിരിക്കും തന്റെ ജീവിതത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്. കാരണം ദൈവം അവന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കൃപകളും നൽകി ആ നല്ല ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നുള്ള വിഷമമായിരിക്കും. മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാമായിരുന്നു എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ആ മനുഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എവിടെ നിന്നാണോ നമ്മളൊക്കെ പടിയിറങ്ങി പോയത് അവിടേക്ക് തിരികെ കയറി ചെല്ലുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കണം. ആരാധനയിലൂടെ നമ്മളും ശ്രമിച്ചതുപോലെ ഒരുപക്ഷെ നമ്മളൊക്കെ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വ്യക്തികളായിരിക്കാം. എങ്കിലും നമ്മുടെ നഷ്ടങ്ങൾ നഷ്ടങ്ങളായി കരുതാതെ അവയൊക്കെ ഇഷ്ടപ്പെടുന്ന ദൈവമാകെ വീണ്ടും നമുക്ക് നൽകിയിട്ടുള്ള ആ സ്ഥാനത്തേക്ക് നമ്മളൊക്കെ വീണ്ടും കൈപിടിച്ച് യഥാർത്ഥത്തിൽ ഉയർത്തുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളൊക്കെ നേടിയതെല്ലാം വ്യക്തമായി പോകുന്നത് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയില്ലായെങ്കിൽ എന്തൊക്കെ നമ്മൾ നേടിയാലും അതൊക്കെ വ്യക്തമായിട്ട് പോകുന്നു. നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കിയിരിക്കുന്നതൊക്കെ ആരുടേതായിട്ട് മാറുമെന്ന് വചനത്തിലൂടെ ചോദിക്കും. ഈ രാത്രി അല്ലെങ്കിൽ ഈ നിമിഷം നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കിയിരിക്കുന്നതൊക്കെ ആരുടേതായിട്ട് മാറുമെന്ന്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്കൊക്കെ നേടിയെടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കണം. ഒരുപക്ഷെ പത്രോസിന്റെ ജീവിതത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോഴും ഈശോയെ 3 തവണ തള്ളി പറഞ്ഞ പത്രോസിന് ഈശോ 3 തവണ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിച്ചു. യോനായുടെ പുത്രനായ ശിമയോനെ,
നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയും, ഇപ്രകാരം ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലേ എന്ന്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ യേശുവിന്റെ മുൻപിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും നമ്മളെയൊക്കെ ക്രിസ്തു തന്നെ യഥാർത്ഥത്തിൽ നേടിയെടുക്കും. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പലതിന്റെയും സൗന്ദര്യം യഥാർത്ഥത്തിൽ നമ്മളൊക്കെ തിരിച്ചറിയുന്നത്. ഒരിക്കൽ ഒരു കുഞ്ഞു കുട്ടിയാകട്ടെ രാവിലെ പോയിട്ട് അവൻ കുറെ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പറക്കി അരുവിയിലേക്ക് എറിയുന്നു. നേരം വെളുത്ത സമയത്ത് അവൻ എറിഞ്ഞ കല്ലുകളെ അവൻ നോക്കുമ്പോൾ അവയൊക്കെ പവിഴ കല്ലുകളായിരുന്നു. ഒത്തിരിയേറെ വിലപിടിപ്പുള്ള കല്ലുകളായിരുന്നു അവൻ ആ നദിയിലേക്ക് എറിഞ്ഞത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ, ഒത്തിരിയേറെ കൃപകളൊക്കെ, ഒത്തിരിയേറെ അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നുണ്ട്. അവയൊക്കെ പൂർണ്ണമായിട്ടും തിരിച്ചറിയുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കണം. സ്വന്തം സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളൊക്കെ തിരിച്ചറിയുന്നു. പക്ഷേ സ്വന്തം ആയുസ് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളൊക്കെ തിരിച്ചറിയുന്നില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് വീണ്ടും സ്വരുക്കൂട്ടാനായിട്ട് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ഒരുവന്റെ ജീവിതത്തിൽ അവന്റെ ആയുസ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിനെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കില്ല. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് 2025 വർഷത്തിൽ നമുക്കൊക്കെ ജീവിക്കുവാനായിട്ട് സാധിക്കണം. നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് വചനത്തിലൂടെ തന്നെ ഈശോ ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിനെ നേടിയെടുക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. ക്രിസ്തുവിനെ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നു. തീർച്ചയായിട്ടും അമ്മമാരെ കുറിച്ച് മനുസ്മൃതി പറയുന്നത് പ്രധാനം അഴകാർന്ന നാദം, അരിവാർന്ന സ്വരം, കാലം മറക്കാത്ത ത്യാഗം. അതാണ് അമ്മ. ഏതൊരു കുഞ്ഞിന്റെയും നാവിൽ ആദ്യം വരുന്ന വാക്കാണ് അമ്മ. ഒരു യുഗം മുഴുവൻ കണ്ണീരിലാട്ടിയാലും ഹൃദയത്തകത്ത് തല്ലി ഉടച്ചാലും ഒരു കടലോളം സ്നേഹം ഉള്ളിൽ കാക്കുന്നവർ എവിടെയൊക്കെ അലഞ്ഞ് ഒടുവിൽ മടങ്ങിയെത്തുമ്പോൾ സാന്ത്വനം പകരാൻ ഒരു നെഞ്ച്, ധൈര്യം പകരാൻ ഒരു സ്പർശം, എല്ലാം അറിഞ്ഞിട്ട് മുഴുവൻ മനസ്സിലാക്കിയിട്ട് പിന്നെയും സ്നേഹിക്കുന്നവർ, വിശ്വസിക്കുന്നവരാണ് അമ്മ. അതുകൊണ്ടാണ് കവികൾ പോലും അമ്മമാരെ വാനോളം പാടിപ്പുകഴ്ത്തത്. എന്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളെ ഞാൻ കൊതിപ്പോ, പാൽനിലാവുകൾ പെയ്തിറങ്ങുമേ സ്നേഹഗാഥയാണ് എന്ന അമ്മ. അമ്മമാരെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മളോട് പറയുവാനായിട്ട് പറഞ്ഞാൽ നമുക്കും വാദമില്ലാതെ നമ്മുടെ അമ്മമാരെ കുറിച്ച് നമുക്കും പറയുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കും. ഇന്ന് ദൈവമാതൃത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അമ്മ നമ്മുടെയും അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് അമ്മയെ വിശേഷിപ്പിക്കുന്നത് തന്റേടി എന്ന്. തന്റേതായിട്ടുള്ള ഇടം എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിശബ്ദതയെ, ശാന്തതയെ സ്നേഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഈ ലോകത്തിൽ ഒന്നുമില്ലാതെ ലോകത്തിൽ വിലയുള്ളവളായിട്ട് മാറിയവളാണ് പരിശുദ്ധ അമ്മ. അമ്മയെ കുറിച്ച് വചനത്തിലെ ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമേ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കൂ. പക്ഷെ പരിശുദ്ധ അമ്മയെ കുറിച്ച് പോലും വാദമില്ലാതെ നമുക്ക് പറയുവാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ശാന്തതയെ, സ്വസ്ഥതയെ സ്നേഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുക. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ തിളങ്ങിയ ശാന്തത എന്ന പുണ്യം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ദൈവം തന്നതിലേക്ക് മാത്രം നമുക്കൊക്കെ നോക്കുവാനായിട്ട് സാധിക്കണം. ദൈവം തരാത്തതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശാന്തതയും സമാധാനവും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം തന്നതിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമുക്കൊക്കെ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണം. നമുക്ക് ലഭിക്കാത്തതിനെ കുറിച്ച് പരിഭ്രമിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു കാര്യമില്ല. ദൈവം എന്താണോ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നൽകുന്നത് അതിന് സംതൃപ്തി കണ്ടെത്തി ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കും. 2024 കഴിഞ്ഞ് 2025 നമ്മളൊക്കെ പ്രവേശിക്കുമ്പോൾ
പുത്തൻ പ്രതീക്ഷകളും പുത്തൻ ഉണർവുകളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകണേ. ചുമരുകളിൽ നിന്ന് കലണ്ടറുകളൊക്കെ 2024 കലണ്ടർ നമ്മളെടുത്ത് മാറ്റി പുതിയ കലണ്ടർ ഇടുമ്പോൾ പുതിയ വ്യക്തിയായി രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് നമുക്കൊക്കെ ഇടവരുത്തണമെന്ന് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, സഭയെ മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും നമ്മുടെ ഉപദേശത്തെ അഭിയുന്ന ക്രിസ്ത്യൻ പിതാവിനെയും മറ്റെല്ലാ പിതാമാരെയും വൈദികരെയും സന്യാസിമാരെയും നമ്മുടെ ഇടവകായ വിശ്വാസ വഴികളെ നയിക്കുന്ന സ്നേഹ ബഹുമാനമുള്ള വിനുമയ സത്യനെയും കരുതലോടെ കാക്കണമേ. ദൈവിക പ്രവർത്തനങ്ങളും വെളിപാടുകളും അനുസരിച്ച് സഭയെ നയിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യം, നീതി, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ആത്മീയ ബലം ഇവർക്ക് നൽകണമേ. സ്നേഹത്തിലും സമാധാനത്തിലും നിലനിൽക്കുന്ന രാഷ്ട്ര രൂപീകരണത്തിന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും പുതുവർഷത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ യോജനകളും കുഞ്ഞുമക്കളും മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിച്ചുകൊണ്ട് ഇടവകയിലും സമൂഹത്തിലും നന്മ ചെയ്യുന്നവരായി ശക്തിപ്പെടണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, പലവിധമായ അസുഖങ്ങളാൽ വേദന അനുഭവിക്കുന്നവരെ അങ്ങേക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. അവർക്കുണ്ടാകുന്ന വേദനയിലും പ്രയാസങ്ങളിലും അങ്ങ് കൂടെ ആയിരിക്കണമേ. രോഗസൗഖ്യവും സമാധാനവും നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെ കരുണയോടെ ഓർക്കണമേ. വിശ്വാസത്തിന്റെ മാതാക്കളായിരുന്ന ഇവരുടെ ആത്മാവിനെ നിത്യശാന്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദിവ്യകാല ആരാധനയിൽ നമ്മൾ സമർപ്പിച്ച ആ 3 നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിൽ ഒന്നുകൂടെ നമുക്ക് അർപ്പിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണമേ.
എന്തെന്നാൽ കാലത്തിലൂടെ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസത്തോടെ യാചിക്കുന്നത് ഫലപ്രദമായി സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. എല്ലാവരുടെയും ദശാംശ കാണിക്ക കാഴ്ചവയ്പായിട്ട് എല്ലാവരും കൊണ്ടുവരേണ്ടതാണ്. പ്രിയ സഹോദരരെ, എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യത്തിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, സഭയെ മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും നമ്മുടെ ഉപദേശത്തെ അഭിയുന്ന പിതാവിനെയും മറ്റെല്ലാ പ്രധാനമാരെയും വൈദികരെയും സന്യാസിമാരെയും നമ്മുടെ ഇടവകായ വിശ്വാസ വഴികളെ നയിക്കുന്ന സ്നേഹ ബഹുമാനമുള്ള വിനുമയ സത്യത്തെയും കരുതലോടെ കാക്കണമേ. ദൈവിക പ്രചോദനങ്ങളും വെളിപാടുകളും അനുസരിച്ച് സഭയെ നയിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിജ്ഞാനവും ദൈവഭയമുള്ള രാഷ്ട്രീയ നേതാക്കളെ രൂപപ്പെടുത്തണമേ. സത്യം, നീതി, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ആത്മീയ ബലം ഇവർക്ക് നൽകണമേ. സ്നേഹത്തിലും സമാധാനത്തിലും നിലനിൽക്കുന്ന രാഷ്ട്ര രൂപീകരണത്തിന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും പുതുവർഷത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ യോജനകളും കുഞ്ഞുമക്കളും മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിച്ചുകൊണ്ട് ഇടവകയിലും സമൂഹത്തിലും നന്മ ചെയ്യുന്നവരായി ശക്തിപ്പെടണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, പലവിധമായ അസുഖങ്ങളാൽ വേദന അനുഭവിക്കുന്നവരെ അങ്ങേക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. അവർക്കുണ്ടാകുന്ന വേദനയിലും പ്രയാസങ്ങളിലും അങ്ങ് കൂടെ ആയിരിക്കണമേ. രോഗസൗഖ്യവും സമാധാനവും നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെ കരുണയോടെ ഓർക്കണമേ. വിശ്വാസത്തിന്റെ മാതാക്കളായിരുന്ന ഇവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന്
ഇന്ന് ദിവ്യകാല ആരാധനയിൽ നമ്മൾ സമർപ്പിച്ച ആ 3 നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിൽ ഒന്നുകൂടെ നമുക്ക് അർപ്പിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാലത്തിലൂടെ അങ്ങ് തന്നെയാണല്ലോ ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. എല്ലാവരും ദശാംശ കാണിക്ക കാഴ്ചവയ്പായിട്ട് എല്ലാവരും കൊണ്ടുവരേണ്ടതാണ്. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ
ദൈവമേ, അങ്ങേ കാലത്തിൽ എല്ലാ നന്മകളും ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നവരോ പരിശുദ്ധ ദൈവമാതാവിന്റെ മഹോത്സവത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ ആരംഭത്തെക്കുറിച്ച് അഭിമാനിക്കുന്നത് പോലെ അതിന്റെ പൂർത്തീകരണത്തിലും ആനന്ദിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യനിയ പരിശുദ്ധ മറിയത്തിന്റെ മാതൃത്വ മഹോത്സവത്തിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബത്താൽ അങ്ങേ ജാതനേക പുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യകാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശു ക്രിസ്തുവാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടെ വഴി ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗാദി സ്വർഗങ്ങളിലെ ശാക്തികന്മാരും ധന്യരായ ഭക്തി ജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോട് ഞങ്ങളുടെ സ്വരം ചേരുവാൻ അനുവദിക്കണം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. ജ്ഞാനത്തിലും സ്നേഹത്തിലും അങ്ങേ സകല കഴിവുകളും രൂപപ്പെടുത്തിയതുമാണ്. സൃഷ്ടാവെ മാത്രം ശുശ്രൂഷിച്ചുകൊണ്ട് എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കാനായി അങ്ങ് മനുഷ്യരെ അങ്ങേ ഛായയിൽ രൂപപ്പെടുത്തുകയും സർവ്വലോകത്തെയും അവരുടെ സംരക്ഷണത്തിന് വരവേൽപ്പിക്കുകയും ചെയ്തു. അനുസരണതയുടെ മൂലം അങ്ങേ മൈത്രിയവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ അവനെ മരണത്തിന്റെ പിടിയിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തില്ല. പ്രതിക അങ്ങ് അന്വേഷിച്ച് കണ്ടെത്താനായി അങ്ങ് കരുതലോടെ എല്ലാവരെയും സഹായിക്കാൻ വന്നു. മാത്രമല്ല പലവട്ട മനുഷ്യരുമായി ഉടമ്പടികൾ ചെയ്യുകയും രക്ഷ പ്രതീക്ഷിക്കാൻ പ്രവാചകന്മാർ വഴി അങ്ങ് ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം പരിശുദ്ധനായ പിതാവേ, അങ്ങ് ഏകജാതന കാലത്തിലെത്തിയവരും ഞങ്ങൾക്ക് രക്ഷകനായി അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവിടുത്തെ പരിശുദ്ധാത്മാവാൻ ശരീരം ധരിച്ച് കന്യകാമറിയത്തിൽ പിറന്ന് പാപവഴി എല്ലാത്തിലും ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തിൽ പങ്കുചേർന്നു. പാവപ്പെട്ടവർക്ക് രക്ഷയുടെയും തടവുകാർക്ക് മോചനത്തിന്റെയും സമ്പത്ത ഹൃദയത്തിൽ സന്തോഷത്തിന്റെയും സുവിശേഷം അവിടുന്ന് പ്രഘോഷിച്ചു. അങ്ങേ പദ്ധതി പൂർത്തീകരിക്കുവാൻ അവിടുന്ന് സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തുകയും മരണം സംഭവിക്കുകയും
ജീവൻ പുലർത്തിരിക്കുകയും ചെയ്തു. ഞങ്ങളിൽ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കുവാനും ഞങ്ങൾക്കായി മരിക്കുകയും ഉയർത്തുകയും ചെയ്ത് അവിടത്തേക്ക് വേണ്ടി ജീവിക്കാനുമായി പിതാവിനെ വിശ്വസിക്കുന്നവർക്കായി ആദ്യഫലമെന്നോണം അങ്ങിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. ആത്മാവാകട്ടെ ഈ ലോകത്തിൽ അവിടുത്തെ പ്രവൃത്തി മുഴുവനാക്കുകയും എല്ലാ പവിത്രീകരണവും പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനാൽ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതേ പരിശുദ്ധാത്മാവ് ഈ കാഴ്ചദ്രവ്യങ്ങൾ പവിത്രീകരിക്കുവാൻ കഴിയണമേ. അങ്ങനെ നിത്യ ഉടമ്പടിയായി അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ മഹാരഥത്തിൽ കൊണ്ടാടുന്നതിന് ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അതിനാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങുവഴി അവിടുന്ന് മഹത്വപ്പെടാനിരുന്ന സമയം സമാഗതമായപ്പോൾ അവിടുന്ന് തനിക്ക് സ്വന്തമായ ലോകത്തിലുണ്ടായിരുന്നവരെ സ്നേഹിക്കുകയും അവസാനം വരെ സ്നേഹിക്കുകയും ചെയ്തു. അവർ അത്താഴം കഴിക്കവേ അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിക്കുകയും മുറിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം മുന്തിരിയുടെ ഫലം നിറഞ്ഞ പാനപാത്രമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ രക്ഷയുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മരണവും പാതാളത്തിലേക്ക് അവിടുത്തെ അവലോകനവും അനുസ്മരിക്കുന്നു. അവിടുത്തെ ഉദ്ധാനവും അങ്ങേ വലതു ഭാഗത്തും ആരോപണവും പ്രഖ്യാപിക്കുകയും അവിടുത്തെ മഹത്വപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്ക് സ്വീകാര്യവും സമസ്ത ലോകത്തിന് രക്ഷാകരമായി ബലിയായി അവിടുത്തെ ശരീരവും രക്തവും ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങേ സഭയ്ക്ക് വേണ്ടി അങ്ങൊരുക്കി തൃക്കൽപ്പാക്കുകയും ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും പങ്കുകാരാകുന്ന സകലരെയും തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ പരിശുദ്ധാത്മാവാൽ ഒരേ ശരീരമായി ഒന്നിപ്പിക്കപ്പെട്ട അവർ അങ്ങേ മഹത്വത്തിന്റെ സ്തുതിക്കായി ക്രിസ്തുവിൽ ഒരു സജീവ ബലിയായി പരിണമിക്കുമാറാകട്ടെ. അതിനാൽ കർത്താവേ, ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഈ ബലി അർപ്പിക്കുന്നു അവരെ എല്ലാവരെയും അങ്ങിപ്പോൾ ഓർക്കണമേ. വിശിഷ്ട അങ്ങേ ദാസനെ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സ്വാമി മെത്രാനെയും മെത്രാൻ പത്നികളെയും സകലരെയും എല്ലാ വൈദികരെയും
ഈ ബലി അർപ്പിക്കുന്നവരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെയും അങ്ങ് സമസ്ത ജനത്തെയും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങ് തേടുന്ന എല്ലാവരെയും ഓർക്കണമേ. മാത്രമല്ല ക്രിസ്തുവിന്റെ സമാധാനത്തിൽ മരണമടഞ്ഞവരെയും പരേതരായ സകലരെയും അങ്ങ് ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങ് മാത്രം അറിയുന്നുവല്ലോ. കാരണവാനായ പിതാവേ, അങ്ങേ രാജ്യത്തിൽ അങ്ങേ മക്കളായ ഞങ്ങളെയും ദൈവമാതാവായ പരിശുദ്ധത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യവനോടും അങ്ങേ അപ്പോസ്തലന്മാരുടെ വിശുദ്ധരോടും ചേർന്ന് സ്വർഗീയ അവകാശം കൈവരിക്കാൻ പ്രാപ്തരാകുമാറാക്കണമേ. അവിടെ പാപത്തിന്റെയും മരണത്തിന്റെയും ജീർണതയിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടികളോടൊപ്പം ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ അവിടുന്ന് വഴിയാണല്ലോ സകല നന്മകളും ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും രക്ഷാകരമായ കൽപ്പനകളാൽ പ്രബോധിതനായും ദിവ്യോപദേശത്താൽ ഉദ്ബോധിതനായും നിർഭയം ഏറ്റുപാടാം. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാണ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെ പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം നിർത്തരുത്. അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയുന്നവേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളീണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും Amen.
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിലും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. Oh
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗീയകൂദാശ നിങ്ങൾ സന്തോഷവും സ്വീകരിച്ചുവല്ലോ. നിത്യകന്യായ പരിശുദ്ധ മറിയത്തെ അങ്ങേയറ്റത്തിലെ മാതാവും സഭയുടെ അമ്മയുമായി പ്രകീർത്തിക്കുന്നതിൽ അഭിമാനമുള്ള ഞങ്ങളെ അവ നിത്യജീവനിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും